ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് മീ അഖിൽ. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടെ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ, പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സോ സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു ചെറിയ ചോദ്യമാണ്. When each side of a square is reduced by 3 meters, the area becomes 64 square meters. Okay, find the sides of the original square. വളരെ ചെറിയൊരു ചോദ്യമാണ്. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 3 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 64 ചതുരശ്ര മീറ്റർ ആവും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ വശം കണക്കാക്കുക. ഇതാണ് ചോദ്യത്തിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ആദ്യത്തെ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് ഒരു എക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണ്. പുതിയ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും ഉണ്ടാവുക? ഈ സ്ക്വയറിന്റെ സൈഡ് ഇവർ എന്താണ് ചെയ്തത്? റെഡ്യൂസ്ഡ് ബൈ 3 മീറ്റേഴ്സ്. 3 മീറ്റർ അതിന്റെ സൈഡ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ആള് 3 മീറ്റർ കുറഞ്ഞാൽ എത്രയായിട്ടുണ്ടാവും? എക്സ് മൈനസ് 3 ആയിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരിക 3 മീറ്റർ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തതായിരിക്കും പറയാം. ഇത്ര കൂടി വർദ്ധിപ്പിച്ചു അങ്ങനെ പറഞ്ഞാൽ അത് +3 ആയിരിക്കും. അത് നിങ്ങൾ ചോദ്യം നോക്കി മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഈ വേർഡ്സ് ഇക്വേഷൻ ആക്കി മാറി അതെങ്ങനെ സോൾവ് ആക്കി എടുക്കും, നമുക്ക് അതിലേക്ക് കടക്കണം. എക്സ് മൈനസ് 3. അതിനുശേഷം നിങ്ങൾ ചോദ്യം നല്ലതുപോലെ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു ക്ലൂ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ടാവും. എന്ത് ക്ലൂ ആണ് ഈ ചോദ്യത്തിലുള്ളത്? ഏരിയ 64 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഇത് പഴയ സ്ക്വയറിന്റെ ഏരിയ ആണോ അല്ലെങ്കിൽ 3 മീറ്റർ കുറഞ്ഞപ്പം വന്ന പുതിയ സ്ക്വയറിലെ അതിന്റെ ഏരിയ ആണോ 64? ചോദ്യം വായിച്ചാൽ ക്ലിയർ ആണ്. ദ ഏരിയ റെഡ്യൂസ്ഡ് ബൈ 3 മീറ്റേഴ്സ്, ദ ഏരിയ ബിക്കംസ് 64. 3 മീറ്റർ കുറച്ചപ്പോൾ ഏരിയ 64 ആയി. അപ്പൊ പുതിയതിന്റെ ഏരിയ ആണ് 64 എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പുതിയതിന്റെ സൈഡ്. ഈ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനിലേക്ക് കടക്കുന്നത്. സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ അല്ലേ, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. ഇതാണ് നമ്മുടെ സൈഡ് എക്സ് മൈനസ് 3. അതുകൊണ്ട് എക്സ് മൈനസ് 3 ദ ഓൾ സ്ക്വയർ എന്നായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്, എ സ്ക്വയർ. അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ 64 ആണ്. 64 ആണ് ആൻസർ. അപ്പൊ നമ്മൾ വാല്യൂസ് എല്ലാം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു, പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. എക്സ് മൈനസ് 3 ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ 64. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എക്സ് കണ്ടുപിടിക്കും? മക്കളെ, സ്റ്റെപ്പ് നമ്പർ 1ലേക്ക് കടക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഈ സ്ക്വയർ അങ്ങോട്ട് മാറ്റിയെടുക്കാം. നോക്കാം സ്ക്വയർ എങ്ങനെ മാറ്റുക. എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ, അത് മാറുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ആൻസർ പഠിക്കുന്നുണ്ട്. √64 ആൻസർ വരും അല്ലേ? ഈ സ്ക്വയർ മാറുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിന് ഒരു പ്രശ്നമുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ച് പകുതി കഴിയുന്ന സമയത്ത് അവസാനമായിട്ട് ചാപ്റ്ററിൽ കാണാം, ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഓരോ ചോദ്യത്തിനും 2 ആൻസർ വീതം ഉണ്ടാവും. ഈ സ്ക്വയർ മാറ്റിയെടുക്കുന്ന സ്റ്റെപ്പിൽ ഇനി അങ്ങോട്ട് 2 ഉത്തരങ്ങൾ കയറി വരും. അത് നമ്മൾ ഏറ്റവും അവസാനമാണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നു. ഇനി നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും 2 ആൻസർ വീതം ഉണ്ടാവും. അതിൽ നിന്നും വേണ്ടത് ഏതാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് ഏതാണെന്ന് നമുക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ആണേ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 3യുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വെറും 64 അല്ല മക്കളെ, അത് പ്ലസ് ഓ മൈനസ് √64 ആയിരിക്കും. നമ്മളിവിടെ സ്ക്വയർ മാറ്റാൻ വേണ്ടി റൂട്ട് എടുക്കുന്നു. ഈ പ്ലസും മൈനസും അതിന്റെ ആൻസർ ആയിട്ട് കയറി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 64 അല്ലേ, 8ന്റെ സ്ക്വയർ 8 × 8 ചെയ്താൽ നിങ്ങൾക്ക് 64 കിട്ടൂലേ? 8ന്റെ സ്ക്വയർ മാത്രമാണോ 64? -8 × -8 ചെയ്താലും 64 അല്ലേ? അതാണ് നമ്മൾ 2 ആൻസറിലേക്ക് കടക്കുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് പ്ലസ് ഓ മൈനസ് √64 ആയിരിക്കും നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ ആണേ. അപ്പൊ നമ്മുടെ ആൻസർ എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ പ്ലസ് ഓ മൈനസ് √64ന്റെ വാല്യൂ എത്രയാ? 8 അല്ലേ √64ന്റെ വാല്യൂ? ഇങ്ങനെ കിട്ടും. ഇനി ഇതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 3 ഇതേപോലെ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ, എങ്ങനെ വാല്യൂ കൊടുക്കുക? 2 ആൻസർ ഉണ്ട്, +8 ഉണ്ട് -8 ഉണ്ട്. അപ്പൊ ആദ്യത്തെ നിങ്ങൾ +8 എന്ന് കൊടുക്കുക. ഓർ രണ്ടാമത്തത് എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ -8. ഇങ്ങനെ 2 ആൻസർ ആക്കി മാറ്റുക. ഇനി ഇവിടുത്തെ ആൻസർ എക്സ് ഈസ് ഈക്വൽ 8 + 3 എന്ന് വരും അല്ലേ? -3 ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ +3 ആക്കി. ഇവിടെ ആൻസർ 11 എന്ന് കിട്ടും. ഇനി ഈ ഭാഗത്താണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ -8 ആണ് ഓൾറെഡി റൈറ്റ് സൈഡ് കിടക്കുന്നത്. നിങ്ങൾ ഈ -3 അങ്ങോട്ട് പോയാൽ അത് +3 എന്ന് വരും.
-8 + 3 എന്ന് പറഞ്ഞാൽ -5 ആയിരിക്കും. ഇങ്ങനെ രണ്ട് ആൻസർ ആണ് നമുക്ക് എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. ഇങ്ങനെ രണ്ട് ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുമോ? ഇത് രണ്ടും നമുക്ക് ആൻസർ വേണോ അല്ലെങ്കിൽ ഒരെണ്ണം മതിയോ? അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പോയി വായിച്ചു നോക്ക്. എന്തിനെ പറ്റിയാ പറയുന്നത്? സ്ക്വയറിന്റെ സൈഡിനെ പറ്റിയാണ് പറയുന്നത്. സമചതുരത്തിന്റെ വശങ്ങൾ നീളമാണ് കണ്ടുപിടിക്കുന്നത്. ഈ നീളം എന്ന് പറയുന്ന സാധനം നെഗറ്റീവിൽ പറയോ? ഒരിക്കലുമില്ല. നീളം നമ്മൾ പോസിറ്റീവിൽ മാത്രമല്ലേ പറയുള്ളൂ. അങ്ങോട്ട് ഒരു 5 മീറ്റർ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് -5 മീറ്റർ ആണെന്ന് ആരെങ്കിലും പറയോ? 5 മീറ്റർ കഴിഞ്ഞില്ലടാ, അത്രേ ഉള്ളൂ. അപ്പം ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ പോസിറ്റീവിൽ എടുക്കുള്ളൂ. സോ നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്ക്വയർ സമചതുരത്തിന്റെ വശം എത്രയാണ്? സമചതുരത്തിന്റെ ഒരു വശം കിട്ടുക സ്ക്വയർ ഓഫ് ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് അല്ലേ, സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ കേട്ടോ. 11 ആണ് നമ്മൾ ആൻസർ എടുക്കുക. -5 എടുക്കണ്ട, കാരണം ലെങ്ത് ആരും നെഗറ്റീവിൽ പറയത്തില്ല. 11 മീറ്ററിന് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സ്ക്വയർ മാറ്റുന്ന ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഈ ചോദ്യത്തിൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അത് മാറുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ് രണ്ട് ആൻസർ വരുന്ന കാര്യം ക്ലിയർ ആക്കി വെക്കുക. പിന്നെ പ്രോബ്ലം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ രണ്ട് ആൻസറും വെച്ച് നമ്മൾ ചെയ്തു പോകുന്നു. അവസാനം ഈ രണ്ട് ആൻസറിൽ നിന്ന് നമുക്ക് വേണ്ടത് മാറ്റി എഴുതുന്നു. ക്ലിയർ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു x² + 2x to get a perfect square? ഓക്കെ, x² + 2x ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗം കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ നിങ്ങൾ ഏത് നമ്പർ ആഡ് ചെയ്യണം? സംഭവം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ടോപ്പിക് അറിയോ എന്നാണ് ഇവരിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ആ ടോപ്പിക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് സോൾവ് ആയതിനു ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. റെഡി? മറ്റേ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വന്നാൽ കംപ്ലീറ്റ് ക്ലിയർ ആവണ്ടേ? ഇതവിടെ നോക്കിക്കോ. വെറുതെ ജസ്റ്റ് ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ഒന്ന് പറഞ്ഞു നോക്കുകയാണെ. x² + 4x = 12. ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉള്ളതെന്ന് വിചാരിക്കാം. ഈ ഇക്വേഷന്റെ സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ് എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മൾ അതിന്റെ സ്ക്വയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഈ x² എന്ന് പറയുന്ന ആളുടെ കൊഫിഷ്യന്റ് ഇതിന്റെ കൂടെയുള്ള നമ്പർ 1 ആണോ എന്ന് നോക്കുക. ഗുണോത്തരം 1 ആണോ നോക്കുക. 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോണേ. ഈ x² + 4x അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട് നമ്മൾ അതിനോട് ഒരു നമ്പർ ആഡ് ചെയ്യാൻ പോകുന്നു. ഏത് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ എക്സിന്റെ കൂടെയുള്ള 4 കണ്ടോ, ആ 4ന്റെ ഹാഫ് എടുക്കുക. 4ന്റെ ഹാഫ് എത്രയാ? 2 അല്ലേ? ആ 2ന്റെ സ്ക്വയർ എടുക്കുക. സോ 2² അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. എങ്ങനെ കിട്ടി? അത് 2² ആണ്. എക്സിന്റെ കൂടെയുള്ള 4, ആ 4ന്റെ ഹാഫ് 2ന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊരു 6x ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഏതാ ആഡ് ചെയ്യുക? എക്സിന്റെ കൂടെയുള്ള 6, 6ന്റെ ഹാഫ് 3, 3യുടെ സ്ക്വയർ ആയിരിക്കും നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. 6x ആണെങ്കിൽ അല്ലല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു +2² ചെയ്തു. അങ്ങനെ നമ്മുടെ സൗകര്യത്തിന് ഒരു +2² ഒക്കെ പോയി ചെയ്താൽ ആൻസർ തെറ്റിപ്പോലെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത അതേ 2² ഈ റൈറ്റ് സൈഡിലും പോയി ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പിന്നെ പ്രശ്നമില്ല. ഇത് രണ്ടും ക്യാൻസൽ ആയാൽ വീണ്ടും നമ്മുടെ പഴയ ഇക്വേഷൻ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ആ 2² ഇവിടെയും ഒന്ന് ആഡ് ചെയ്യുന്നു. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഈ മൊത്തം ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് 8ാം ക്ലാസ് പഠിച്ച ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറി. ഒരു സർവ്വസമവാക്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഏതാന്ന് പറയട്ടെ? x + 2² ആണ് മക്കളെ ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് x + 2² ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സൈഡിൽ പോയിട്ട് ആ ഐഡന്റിറ്റിയുടെ കഥയ്ക്കൊന്ന് എഴുതി നോക്കാം. എന്താണത്? a + b² ആണ് മക്കളെ. ഇവിടെ ഒന്ന് കൊടുത്തു നോക്കിക്കേ. എന്താണ് a + b² ആൻസർ? a² + 2ab + b². ഇതല്ലേ ഇക്വേഷൻ? ആ ഇക്വേഷനിലാണ് നമ്മളിപ്പം x + 2 ചെയ്യാൻ പോകുന്നത്. എവിടെയൊക്കെ a കാണുന്നോ അവിടെയൊക്കെ x എന്ന് മാറ്റി കൊടുക്കുക. എവിടെയൊക്കെ b കാണുന്നോ അവിടെയൊക്കെ 2 എന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ ഇത് a² എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ആയിട്ട് മാറും. പ്ലസ് 2 × എക്ക് പകരം x, ബിക്ക് പകരം 2, അത് കഴിഞ്ഞ് പ്ലസ് b² എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. സോ നമ്മുടെ ആൻസർ x² + 2 × x × 2, 2 × 2 4ഉം 4ന്റെ കൂടെ ഒരു എക്സും കൂടെ 4x പ്ലസ് ഇവിടെ ഒരു 2² അല്ലേ. ആ 2² എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. ദേ നോക്കിക്കേ,
ഈ ആൻസർ തന്നെയല്ലേ മക്കളെ ഇത്? ഈ 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ? റെഡി? അതാണ് പറഞ്ഞത്, ഇത്രയും എഴുതി വെച്ച ഈ ആളെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി ആക്കി മാറ്റാം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എക്സാമിന് ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ ഇത് ഇങ്ങനെ എഴുതി കളിക്കണോ? വേണ്ട, ഇങ്ങനെ സൈഡിൽ പോയി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2² ആഡ് ചെയ്തത്. ആ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്തത് ഈ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനാണ്. ഇനി ഇത് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറയാം, പെട്ടെന്ന് എളുപ്പത്തിൽ എഴുതാനേ. ആദ്യം തന്നെ നിങ്ങൾ ഈ സ്ക്വയർ ഉള്ള ഈ x² കണ്ടോ, ആ നമ്പർ ആദ്യം താഴേക്ക് എഴുതി വെക്കാം. സ്റ്റെപ്പ് 1. അത് കഴിഞ്ഞാൽ ഈ 4x എന്ന് പറയുന്നതിൽ എക്സിന്റെ കൂടെയുള്ള നമ്പറായ 4, ആ 4ന്റെ പകുതിയായ 2 ഇതിന്റെ കൂടെ എഴുതുക. റെഡി? എന്നിട്ട് ഈ 4xന്റെ ഇവിടെ ഒരു പ്ലസ് കണ്ടോ, ആ പ്ലസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ 4x എന്നുള്ള ആ കൂടെയുള്ള സൈന് പ്ലസ്. ഇനി ഇത് മൈനസ് ആണെങ്കിലോ, ഇത് മൈനസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ മൈനസ് എന്ന് കൊടുക്കുക. അപ്പൊ a - b ഹോൾ സ്ക്വയർ ഫോമിലായിക്കോളും. സോ ഈ 2 കണ്ടുപിടിക്കാനുള്ള കൺഫ്യൂഷൻ ഒന്നുകൂടെ മാറ്റി തരാം. ഒന്നുകിൽ ഈ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഹാഫ്, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന നമ്പർ കണ്ടോ 2² എന്ന് പറഞ്ഞ 4, ആ 4ന്റെ സ്ക്വയർ റൂട്ട് ഏതായാലും ഈ 2 കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയ 2ഉം എന്നിട്ട് ഒരു ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. x + 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ, നമ്മുടെ ആൻസർ ഇവിടെ ഒരു 12 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു 2² ഉണ്ട്. ഇതായിരിക്കും നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് 12 പ്ലസ് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. സോ ആൻസർ x + 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ 16 എന്ന് കിട്ടും. 16. ഇങ്ങനെയായിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക. മക്കളെ ഒന്ന് കറക്റ്റ് നോക്കണേ, എന്താ ചെയ്ത് നോക്കിയോ? ഇതാണ് പരിപാടി. എന്താണ്? എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ ആണ് നമ്മൾ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത സമയത്ത് ഇത് ഇങ്ങനെ x + 2 ദ ഹോൾ സ്ക്വയർ എന്ന് മാറ്റാൻ നമ്മൾ പഠിച്ചു. അത് ചെയ്യാനുള്ള എളുപ്പപ്പണി, ഈ x² x എടുക്കുന്നു, ഈ എക്സിന്റെ കൂടെയുള്ള 4ന്റെ പകുതിയാക്കുന്നു. ഈ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒറ്റയ്ക്കുള്ള നമ്പറിന്റെ റൂട്ട് എടുത്താലും ഈ നമ്പർ ഏതാണെന്ന് മനസ്സിലാവൂട്ടോ. അത് കഴിഞ്ഞാൽ x + 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 16. ഇനി ബാക്കി ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇതിന്റെ ബാക്കി നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെയല്ലേ ഇപ്പോൾ ഇതുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കി ഇനി എന്താ വരിക? x + 2 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ്, രണ്ട് ആൻസർ വരുമല്ലോ. നമ്മൾ എല്ലാ ക്വസ്റ്റിനും അങ്ങനെ രണ്ട് ആൻസറിൽ പഠിക്കുക കേട്ടോ. പ്ലസ് ഓർ മൈനസ്, അത് കഴിഞ്ഞ് റൂട്ട് 16. അപ്പൊ എത്ര വരിക? x + 2 ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇങ്ങനെ രണ്ട് ആൻസർ നമുക്ക് വരും. രണ്ട് ആൻസർ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ രണ്ട് ആൻസറിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കുക. x + 2 ഈസ് ഈക്വൽ പ്ലസ് 4 വരും, ഓർ x + 2 ഈസ് ഈക്വൽ -4. രണ്ട് ആൻസർ വരും കേട്ടോ. അതിൽ നിന്ന് x കണ്ടുപിടിക്കുന്നു. 4 - 2 ഈസ് ഈക്വൽ 2. ഇനി ഇവിടുത്തെ x ഈസ് ഈക്വൽ -4 ആണ് അവിടെ ഉള്ളത്. ഈ +2നെ അങ്ങോട്ടേക്ക് മാറ്റിയാൽ അത് -2 ആണ്. സോ ഇത് -6 എന്ന് കിട്ടും. ഇങ്ങനെ രണ്ട് ആൻസർ ഇവിടെ സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് പരിപാടി. സ്ക്വയർ കംപ്ലീഷൻ കറക്റ്റ് അങ്ങോട്ട് ക്ലിയർ ചെയ്തെടുക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇത് മാറ്റുന്നത്? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ? നിങ്ങൾക്ക് എന്തായാലും പക്ക ക്ലിയർ ആയിക്കോട്ടെ. ഇനി അങ്ങോട്ട് ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാവരുത്. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ അറിയാത്ത ഒരാളും ഉണ്ടാവരുത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. x² - 6x ഈസ് ഈക്വൽ ഇവിടെ ഒരു 16. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യണം. ഒന്ന് നിങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ്, x² കൂടെയുള്ള നമ്പർ 1 അല്ലേ, കോഫിഷ്യന്റ് 1 അല്ലേ, അപ്പൊ അത് പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അത് അതേപോലെ എഴുതും, x² - 6x. എന്നിട്ട് ഈ എക്സിന്റെ കൂടെയുള്ള ഈ 6 കണ്ടോ, ആ 6ന്റെ ഹാഫിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ 6ന്റെ ഹാഫ് എത്രയാ? 3. 3യുടെ സ്ക്വയർ എത്രയാ? 9. അപ്പൊ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ 9 എന്ന് പറയുന്ന നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത്. അത് 3² ആണ്. 3² 9 എന്ന് എഴുതിയാൽ മതി. 9 ഈസ് ഈക്വൽ, ഇവിടെ നമ്മൾ 16ന്റെ കൂടെയും 9 ആഡ് ചെയ്യുന്നു. നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും ഒരേപോലെ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും. സ്ക്വയർ കംപ്ലീഷൻ. ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നത് മൊത്തത്തിൽ എന്തോ ഒരു സ്ക്വയർ എന്ന് മാറും. റൈറ്റ് സൈഡിൽ 16ഉം 9ഉം കൂടെ 25 ആയിരിക്കും. റെഡി? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? എങ്ങനെ നമ്മൾ എഴുതുക? ഈ x² x എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആണ്, 6x ടേം മൈനസ് ആണ്. അപ്പൊ ഇത് പ്ലസ് അല്ല, -b ഫോം ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ എഴുതേണ്ട നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ എഴുതി വെച്ച 6 കണ്ടോ, 6ന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്. അതല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന 9ന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്ന ആൻസർ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3.
ഇനി 6ന്റെ ഹാഫ് എന്ന് പറഞ്ഞാലും 3. എളുപ്പത്തിൽ നോക്കാം, ഈ 6ന്റെ ഹാഫ് ഇങ്ങോട്ട് എഴുതിക്കും, അതല്ലേ ചെയ്യാൻ എളുപ്പം. അങ്ങനെ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടി. എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ആ 25 വന്നിട്ടുണ്ടാവുക. ഇനി ഇത് ബാക്കി ചെയ്യണം, ബാക്കി സോൾവ് ചെയ്യാൻ. ഇനി എല്ലാ പ്രോബ്ലം ഒരേപോലെയല്ലേ പോവാം. ബാക്കി ഇങ്ങനെ സോൾവ് ചെയ്യുക. എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √25 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കും. രണ്ട് ആൻസർ, എക്സ് മൈനസ് 3 is equal 5 or x minus 3 is equal -5. സോ നമ്മുടെ ആൻസർ എക്സ് ഈസ് ഈക്വൽ 5, -3 റൈറ്റിലേക്ക് മാറ്റിയ +3, സോ എത്രയായിരിക്കും 8. ഇവിടെ എക്സ് ഈസ് ഈക്വൽ -5 + 3 ആണ് ആൻസർ, -2 ആയിരിക്കും അല്ലേ. ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവും, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുക്കാം. അങ്ങനെ ഇവിടെ -2 വന്നിട്ടുണ്ടാവും കേട്ടോ. പക്ക ക്ലിയർ അല്ലേ, എല്ലാവർക്കും ഓക്കെ അല്ലടാ, സംഭവം സെറ്റ് അല്ലേ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ചോദ്യത്തിൽ പറയുന്നത് x² + 2x ഏത് സംഖ്യ കൂട്ടിയാലാണ് പൂർണ്ണവർഗം കിട്ടുന്നത്? വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു x² + 2x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? സ്ക്വയർ കംപ്ലീഷൻ പഠിച്ച മക്കളല്ലേ നിങ്ങൾ ഇപ്പോൾ? നിങ്ങൾക്ക് പറഞ്ഞൂടെ x² + 2x ഏത് നമ്പറാണ് പ്ലസ് ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏത് നമ്പറാണ് പ്ലസ് ചെയ്യാം? ഈ എക്സിന്റെ കൂടെയുള്ള 2, ആ 2ന്റെ പകുതി 1, ആ 1ന്റെ സ്ക്വയർ, എക്സിന്റെ ഗുണോത്തരത്തിന്റെ പകുതിയുടെ വർഗം. അപ്പൊ ഈ 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ. സോ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ, ദ നമ്പർ ഷുഡ് ബി ആഡഡ്. നിങ്ങൾ കൂട്ടേണ്ട സംഖ്യ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കേണ്ടത് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 1² = 1. ഇതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ. ക്ലിയർ? ഇനി അതിന്റെ ബി ചോദ്യത്തിൽ പറയുന്നത് x² + 2x = 15. ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെന്റഡ് ബൈ എക്സ്. എടാ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തില്ലേ അതേപോലത്തെ ഒരു ചോദ്യം. ഇത് ബാക്കി ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുന്ന മുഴുവൻ സ്റ്റെപ്പും ചെയ്യാൻ വേണ്ടി തരികയാണ്. ഇത് ജസ്റ്റ് നമ്പർ മാത്രമല്ല ചോദിക്കുന്നത്, ഇതിന്റെ ബാക്കി കൂടെ ചെയ്യാൻ പറയുന്ന രീതിയിൽ ഒരു ചോദ്യം. നമുക്ക് ബാക്കി ഒന്ന് ചെയ്തു നോക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്. ബിയിൽ പറഞ്ഞത് എന്തൊക്കെയാ? x² + 2x, x² + 2x = 15. നിങ്ങൾക്ക് തന്നെ കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ എന്താ വരിക? x² + 2x. നമ്മൾ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാ? സ്ക്വയർ കംപ്ലീഷന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ 2ന്റെ ഹാഫ് 1, 1ന്റെ സ്ക്വയർ 1 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. രണ്ട് ഭാഗത്തും 15ന്റെ കൂടെയും 1. നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? 15 + 1 എന്ന് പറഞ്ഞാൽ 16, 16 കറക്റ്റ് റൂട്ടുള്ള നമ്പർ അല്ലേ? അപ്പൊ നമ്മൾ പോകുന്ന ട്രാക്ക് ശരിയാന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. റെഡി? ബാക്കി നോക്കേ. ഇതാരുടെയോ ഒരു ഹോൾ സ്ക്വയർ ആയിട്ട് മാറി, ഇവിടെ 16 ആയിട്ട് മാറി. ആരുടെ ഹോൾ സ്ക്വയറാ? ഇവിടെ ഒരു എക്സ് ഉണ്ടാവും, മൊത്തം പ്ലസ് ആണ് അല്ലേ? അപ്പൊ ഇത് നടുവിൽ ഒരു പോസിറ്റീവ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ വരാൻ പോകുന്ന നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞത്? ഈ എക്സിന്റെ കൂടെയുള്ള 2ന്റെ ഹാഫ് ആണ് ഇവിടെ വരിക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഇവിടെ വരിക. ഈ 2ന്റെ ഹാഫ് എടുത്ത് ഇങ്ങോട്ടിട്ടോ, ആൻസർ 1 ആണ് അവിടെ വരേണ്ടത്. x + 1 ദ ഹോൾ സ്ക്വയർ = 16. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. x + 1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓ മൈനസ് 16ന്റെ റൂട്ട് അല്ലേ എടുക്കുക? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ √16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് 4 എന്ന് എഴുതി വെക്കട്ടെ. പ്ലസ് ഓ മൈനസ് 4 എന്നായിരിക്കും ആൻസർ വരിക. √16 ചെയ്ത് കിട്ടുന്ന 4 ആണ്. ഇനി രണ്ട് ആൻസർ നമുക്ക് ഉണ്ടാവും. ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് ആൻസർ? x + 1 = 4 or x + 1 = -4. നിങ്ങൾ ഇത് സോൾവ് ചെയ്താൽ x = 4 - 1 ആവും. +1 അങ്ങോട്ട് പോയാൽ -1 ആവേ. അങ്ങനെ അത് 3 എന്ന് കിട്ടും. ഇവിടെ ആൻസർ x = -4 - 1 എന്നാണ് വരിക. അപ്പൊ അത് -5 എന്ന് കിട്ടും. ഇനി ചോദ്യം വായിച്ചു നോക്കിക്കേ. ഇത് രണ്ടും നമുക്ക് വേണോ അല്ലെങ്കിൽ ഒന്ന് മതിയോ? ക്വസ്റ്റ്യൻ വായിച്ചാൽ കറക്റ്റ് കിട്ടും. എന്താ ചോദിച്ചത്? എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നെഗറ്റീവ് നമ്പർ നാച്ചുറൽ അല്ലല്ലോ. 1 2 3 4 5 എക്സെട്ര, ഇതല്ലേ നാച്ചുറൽ നമ്പർ? അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട നമ്പർ 3 ആണ് എടുക്കേണ്ടത്, ഇതല്ല. അതൊന്ന് ലാസ്റ്റ് ആൻസറിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. എക്സിനെ സൂചിപ്പിക്കുന്ന എണ്ണൽ സംഖ്യ. ദ നാച്ചുറൽ നമ്പർ ഏതാണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ലാസ്റ്റ് മാറ്റി കൊടുക്കുക. നാച്ചുറൽ നമ്പർ = 3.
ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു രീതി ചെയ്താൽ പോരെ, ഇത് മാത്രം കിട്ടിയാൽ പോരെ, എന്തിനാണ് ഞങ്ങൾ സമയം കളയുന്നത്? ചില ചോദ്യങ്ങളിൽ ഇത് രണ്ടും നമുക്ക് ആൻസർ വേണ്ടതായിട്ട് വരും, ആവശ്യം വരും. ആ സമയത്ത് നിങ്ങൾ ഒന്ന് മാത്രം ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് പോകും. ഇപ്പം നിങ്ങൾ ഒന്ന് വേണ്ട സമയത്ത് നിങ്ങൾക്ക് രണ്ടും ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ അവസാനം നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി എഴുതാൻ മറന്നു പോയാലും നിങ്ങളുടെ മാർക്ക് ടീച്ചർ കളയൂല. നിങ്ങളിത് രണ്ടും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് ഇത് എന്തായാലും ഫുൾ മാർക്ക് തരും. രണ്ടെണ്ണം വേണ്ട സ്ഥലത്ത് ഒന്ന് എഴുതി വെച്ചാൽ മാർക്ക് ഉള്ളതും കൂടെ പോവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുകയേ വേണ്ട. ഈ ചാപ്റ്റർ നോർമലി നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് ആൻസർ ആയിട്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് വേണ്ടത് സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് ട്രാക്ക്. ഓക്കെടാ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സ്ക്വയർ കംപ്ലീഷൻ സംഭവം റെഡിയായോ? ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്താ പ്രശ്നം വരാന്നറിയോ? ഈ ഇക്വേഷൻ ഇതാ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് പോയി ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും, സുഖമായിട്ട് പറ്റും. ഇനി എന്താ പറ്റാതിരിക്കുക? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇത് റെഡിമെയ്ഡ് ആയിട്ട് പേപ്പറിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ചോദ്യം കഥ പോലെയാണ് ഉണ്ടാവുക. അത് വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റണം. അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ആയിരിക്കും. നോക്കിക്കേ, അടുത്തൊരു ചോദ്യം നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി നോക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആവുമോ നോക്കണേ. നിങ്ങൾക്ക് തന്നെ ആൻസർ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനോട് കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും ഈ ചാപ്റ്ററിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒന്ന് പോയി നോക്കുക. വായിച്ചോളൂ, ചോദ്യം വായിച്ചോളൂ. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 6 centimeter more than its breadth. Its area is 1216 square centimeter. ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. അതിൻ്റെ നീളം എത്രയാണ്? ഇങ്ങനെയാണ് ചോദ്യം. ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഥ വായിച്ച് നിങ്ങൾ എങ്ങനെ തുടങ്ങണം? നമുക്ക് വീതിയിൽ തുടങ്ങാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സ് ആക്കി എടുത്തു. നോക്കണേ, വീതി ഞാൻ എടുത്തത് എത്രയാക്കിയിട്ട് എടുത്തത്? എക്സ് എന്നാണ് വീതി കൊടുത്തത്. ഇനി ചോദ്യത്തിൽ പറയാണ് അങ്ങനെയാണെങ്കിൽ നീളം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 6 centimeter മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പൊ ഞാൻ എന്താണ് ലെങ്ത്തിന് പകരം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരൂ. എന്തായിരിക്കും ഞാൻ ലെങ്ത്തിന്റെ സ്ഥലത്ത് എഴുതേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലെങ്ത്തിന്റെ സ്ഥലത്ത് എന്ത് എഴുതണം? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 6 മോർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എക്സിനോട് ഒരു 6 ആഡ് ചെയ്യേണ്ടി വരും. കത്തിയോ മക്കളെ? വീതി എന്ന് പറയുന്നത് കിട്ടി, അതേപോലെ നീളവും നമ്മൾ കണ്ടുപിടിച്ചു. നീളം x+6 എന്നായിരിക്കും കിട്ടുക. ഇനി ചോദ്യത്തിൽ പറയുന്നത് ഈ നീളവും ഈ വീതിയൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രോബ്ലം ചെയ്യാൻ ഒരു ക്ലൂ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട്. ഏരിയ ഈസ് 1216. 1216 ഏരിയ വരുന്നത്. ആ ഏരിയയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയൂലേ? എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താലല്ലേ ഏരിയ കിട്ടുക. നീളം ഇൻറ്റു വീതി, പരപ്പളവ്. ആ ഏരിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 1216. ലെങ്ത്തിന് പകരം നമ്മുടെ കയ്യിലുള്ളത് x+6 ആണ്. x+6 ഇൻറ്റു ബ്രെഡ്ത്തിന് പകരമുള്ളത് എക്സ്. ഇത് ചെയ്താൽ 1216 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ്, ഇത് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6നെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ അത് x² + 6x ഈസ് ഈക്വൽ 1216. മക്കളെ കിട്ടിപ്പോയില്ലേ? നമുക്ക് വേണ്ട നമ്മൾ പഠിച്ച പോലെ ഒരു ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ? ഒരു സ്ക്വയർ ഉള്ള ആള്, ഒരു എക്സ് ഉള്ള ആള്, ഈക്വൽ ഒരു നമ്പർ. നമുക്ക് വേണ്ട ഫോമാറ്റിലേക്ക് മാറി, രണ്ടാം കൃതിയായിട്ട് മാറിയില്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്കിനി സോൾവ് ചെയ്യാൻ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. വർഗത്തികവ്. നിങ്ങൾ പറഞ്ഞതാ ഞാൻ ഏത് നമ്പറാണ് ഇതിൽ രണ്ട് ഭാഗത്തും കൊണ്ടുപോയി ആഡ് ചെയ്യേണ്ട നമ്പർ? ഏതാണ് ആ നമ്പർ? x² + 6x പ്ലസ് ഏതായിരിക്കും നമ്പർ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 6ന്റെ ഹാഫ് ആയ 3യുടെ സ്ക്വയർ. അപ്പൊ എത്രയാ? 9 ആണ് ഞാൻ ആഡ് ചെയ്യേണ്ട നമ്പർ. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? 1216 പ്ലസ് ഇവിടെയും നമ്മൾ 9 ആഡ് ചെയ്യുന്നു. അങ്ങനെ 9 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗം എന്തോ ഒരു ഓൾ സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? ആരുടെ ഓൾ സ്ക്വയർ ആയിട്ടാണ് ഇത് മാറുക? ഈ ഭാഗം എക്സ് എന്ന് പറയുന്ന ആള് കംപ്ലീറ്റ് പ്ലസ് ആണ്. 6ന്റെ ഹാഫ് ആയ 3 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. x+3 ദ ഓൾ സ്ക്വയർ എന്ന് കിട്ടും ഈസ് ഈക്വൽ. ഇത് ആഡ് ചെയ്ത് എത്രയാ? 1216 ഒരു 9 അല്ലേ? അപ്പൊ അത് 1225 1225 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ഇത് x+3 ഈസ് ഈക്വൽ പ്ലസ് ഓ മൈനസ് എന്താ വരിക? ഈ നമ്പറിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. 1225. നിങ്ങൾക്ക് റൂട്ട് എടുക്കാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം, എളുപ്പത്തിൽ, കുറച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ. എടാ, നമ്മൾ 0 ലെൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാൻ എളുപ്പമല്ലേ? 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. എല്ലാവർക്കും അറിയില്ലേ? 100. 20യുടെ സ്ക്വയർ
400. റെഡി? 30യുടെ സ്ക്വയർ 30 എത്രയാ? 900 അല്ലേ? 3 × 3 9. 30യുടെ സ്ക്വയർ 900. റെഡിയേ? അപ്പൊ 40യുടെ സ്ക്വയർ എത്രയാ? 40ന്റെ 4 × 4 16. അപ്പൊ 4 4 16. 1600. ആലോചിച്ചോ? ഒന്നുകൂടെ നോക്കിക്കേ. 30ന്റെ സ്ക്വയർ 900ഉം 40ൻ്റെത് 1600ഉം ആണ്. നമുക്ക് വേണ്ടത് 1225. അപ്പൊ 30ൻ്റെയും 40ൻ്റെയും ഇടയിലല്ലേ ആൻസർ ഉള്ളത്? ദ ആൻസർ ലൈസ് ബിറ്റ്വീൻ 30 ആൻഡ് 40. അത് കൺഫേം ആണ്. 30ൻ്റെയും 40ൻ്റെയും ഇടയിലായിട്ട് നമ്മുടെ ആൻസർ ഉണ്ട്. കാരണം 30ൻ്റെത് 900ഉം 40യുടേത് 1600ഉം നമുക്ക് വേണ്ടത് അതിന്റെ ഇടയിലുള്ള ഒരു സംഖ്യ. ഇനി ഈ നമ്പർ അവസാനിച്ചത് എത്രയില? 5ലാണ് അവസാനിച്ചത്. 30ൻ്റെയും 40ൻ്റെയും ഇടയിൽ സ്ക്വയർ എടുത്താൽ 5ൽ അവസാനിക്കണം. ആ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5ൽ അവസാനിക്കണം. അങ്ങനെ 5ൽ അവസാനിക്കണമെങ്കിൽ ആ നമ്പർ 35 ആയിരിക്കണം. കാരണം എന്താ? 35 5 × 5 25ന്റെ 5 വരും. റെഡി? കത്തിയോ? ഇനി ഞാൻ അവിടെ ഒരു 6 ആണ് എനിക്ക് അവസാനിക്കേണ്ടതെന്ന് വിചാരിച്ചേ. 6ൽ അവസാനിക്കണമെങ്കിൽ ഒന്നൂക്കിൽ ഏതായിരിക്കണം? 4 വരണം, അല്ലെങ്കിൽ 6 വരണം ലാസ്റ്റ്. 4 × 4 16ന്റെ 6 വരും. 6 × 6 36ന്റെ 6 വരാൻ ചാൻസ്. കണ്ടാ? ആ ഒരു ഐഡിയയും കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി 35 ആണ് ആ നമ്പർ. കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യണേ. ആ 35 × 35 ഒന്ന് ചെയ്തിട്ട് ആൻസർ ഇതന്നെയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യുക. ചിലപ്പം റൂട്ട് ഇല്ലാത്ത നമ്പർ വന്നു പോയാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഓക്കെ? അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച ആ നമ്പർ ഒന്ന് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് അതന്നെയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യുക. 35 × 35 ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ അത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടി. ആൻസർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കി മുന്നോട്ട് പോവാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ പ്ലസ് ഓ മൈനസ് ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 35 എന്നാണ് ആൻസർ വന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ആൻസർ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ 35 ഓർ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ മൈനസ് 35. ഇങ്ങനെ രണ്ട് ആൻസർ നമുക്ക് കണ്ടുപിടിച്ചേക്കാം. എക്സ് ഈസ് ഈക്വൽ 35 മൈനസ് 3 32 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ -35 -3 അപ്പൊ അത് -38 എന്ന് കിട്ടും. അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് കണ്ടുപിടിക്കുന്നത്. നീളമാണ്, അളവാണ്. അതൊരിക്കലും മൈനസിൽ വരൂല. അതുകൊണ്ട് 32 ആണ് നമുക്ക് എക്സ്. നമ്മൾ ചോദ്യം തുടങ്ങിയ സമയത്ത് എക്സ് ആരാ? എക്സ് നമ്മൾ ബ്രെഡ്ത്ത് ആക്കിയിട്ടാണ് എടുത്തത്. വീതിയാണ് നമ്മുടെ എക്സ്. അതുകൊണ്ട് എക്സ് നമുക്ക് 32 എന്ന് കൊടുക്കാം. നീളം ലെങ്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ലെങ്ത് എടുത്തത്? നീളം എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് 6 ആയിരുന്നു. അതുകൊണ്ട് 32 + 6 ചെയ്തിട്ട് ആൻസർ 38 എന്നായിരിക്കും ആൻസർ വരേണ്ടത്. മക്കളെ കത്തിയോ? കാര്യം ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും സംഭവം സെറ്റ് ആണോ? ഒരു നമ്പർ തന്നാൽ നിങ്ങൾക്ക് അതിൽ ഏത് നമ്പർ ആഡ് ചെയ്താണ് അതിന്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക? അതൊരു പൂർണ്ണവർഗമാകാൻ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ നമ്പർ. x² പ്ലസ് 5x ഈസ് ഈക്വൽ x² പ്ലസ് 5x ഈസ് ഈക്വൽ എന്തെങ്കിലും ഒരു നമ്പർ. ഇവിടെ ഏതെങ്കിലും നമ്പർ, ഞാൻ നമ്പർ അല്ലെങ്കിൽ സാറില്ല ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവിടെ എഴുതിയ നമ്പറിന് ഒരു വെറൈറ്റി നമ്പറാണ് എഴുതിയത്. നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തോ. ഏത് നമ്പർ ആഡ് ചെയ്താൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും? ഈ എഴുതി വെച്ചതിനെ ഒരു പൂർണ്ണവർഗമാക്കാൻ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നിങ്ങൾ ഇതിനോട് ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? അത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ബാക്കി നമുക്ക് ലൈവിൽ കാണാം. ഇന്ന് രാത്രി നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ജോയിൻ ചെയ്യുക. 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ ചാപ്റ്ററിലെ ഈ ചോദ്യം നിങ്ങൾക്ക് ഒരു സംശയമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ ഡീൽ ചെയ്യണം. എല്ലാവരും ബാക്കി എല്ലാ ചാപ്റ്ററും നമുക്ക് പക്ക ഓക്കെ ആക്കണം. ഫ്രണ്ട്സിനെയും കൂട്ടി മറക്കാതെ റേസിന്റെ ക്ലാസ് 10ൽ ജോയിൻ ചെയ്യുക. കൃത്യം 7 മണിക്ക്. ഓക്കേടാ, ബൈ ബൈ.